ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ സാധാരണ പോലെ തന്നെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തലേ ദിവസം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ റിലാക്സ് ആയിട്ട് നമുക്ക് രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇതിൻ്റെ അന്ന് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തലേ ദിവസം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതും കാപ്പിയൊക്കെ കൂട്ടിയിട്ട് കുടിക്കട്ടെ. അപ്പോൾ ഇത് ഒരു ചടങ്ങാണ് കേട്ടോ. രാത്രി ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ നമ്മുടെ ശർക്കരേൻ്റെ പാത്രം ഉണ്ടാവില്ലേ, അതിൽ കുറച്ചുകൂടെ പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കും രാവിലെ. അതും ആ ഉണ്ണിയപ്പം കൂട്ടിയിട്ട് കഴിക്കൂട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ്ങാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഇന്നലെ ഉണ്ടാക്കി നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉണ്ണിയപ്പം കാപ്പിയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ ബീഫ്, ചിക്കന്, വെജിറ്റബിൾസ് കട്ട് ചെയ്തത്, മസാലക്കുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും തണുപ്പ് വിടാനൊന്നുമില്ല. കാര്യം ചിക്കൻ ഞാൻ രാത്രി തന്നെ ഫ്രീസ് ആയതുകൊണ്ട് രാത്രി തന്നെ എടുത്തിട്ട് രാത്രി 1:30 മണിയായി ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ തണുപ്പ് വിടാനൊന്നുമില്ല. അങ്ങനെ കാപ്പി കുടിച്ചതിന് ശേഷം റഫീക്ക ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഖബറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് എന്താ പറയുക, റഫീക്ക വരുമ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പണികളൊക്കെ എനിക്ക് തിരക്കിട്ട് തീർക്കാനുള്ള കുറച്ച് പണികളൊക്കെ ഞാൻ വേഗം തീർക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണീൻ്റെ മസാലക്കുള്ള ഐറ്റംസൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടും കുക്കറിലേക്ക് വെച്ച് കൊടുക്കണം. അത് രണ്ടും വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് മിക്സ് ആക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ മസാല റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചത് കേട്ടോ. അതൊക്കെ ഞാൻ 2 കുക്കറിൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 4 കിലോ റൈസാണ് വെക്കുന്നത്, 4 കിലോ ബിരിയാണി കേട്ടോ വെക്കുന്നത്. ബീഫ് ദം ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അപ്പോൾ 2 കുക്കറിലായിട്ടാണ് ഞാൻ മസാലക്കുള്ള ഐറ്റംസ് ഇങ്ങനെ ഷെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. അതിലേക്ക് കുറച്ച് ഞാൻ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ അത് ബീഫും 2 കുക്കറിലേക്ക് ആക്കിയിട്ട് എടുത്തിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫും വെന്ത് വരട്ടെ. ആ ഒരു ടൈമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അത്രയും സമയം നമുക്ക് കിട്ടുമല്ലോ. ബീഫൊക്കെ വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ എന്തായാലും. അപ്പോൾ അതൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അകത്തും 2 കിച്ചണിലും, വർക്ക് ഏരിയയിലും അകത്തെ കിച്ചണിലും 2 കിച്ചണിലും ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കിച്ചണിൽ വല്ലാണ്ട് വൃത്തികേടാവാത്ത പാചകങ്ങളാണ് ഞാൻ അങ്ങനത്തെ ഫംഗ്ഷനും കാര്യങ്ങളും ഉള്ളപ്പോൾ ചെയ്യട്ടെ. കാര്യം അതും കൂടെ ക്ലീൻ ആക്കേണ്ട അവസ്ഥ അങ്ങനെ വരത്തില്ല. ഇനി ഞാനൊന്ന് ഫ്രഷായി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. വേവിക്കാനുള്ളതൊക്കെ കേട്ടോ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത്. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണുക. അപ്പോൾ ഇതാ അതിനൊക്കെയായിട്ട് ഞാൻ പൈനാപ്പിൾ ചെറിയ പീസാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരം അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ആവശ്യത്തിലുള്ള എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിലൊന്ന് വിളയിച്ചെടുക്കുക, അങ്ങനെ പറയാം. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ രാത്രിയിൽ ആക്കി വെച്ചതാണേ. നിങ്ങൾക്ക് ഇപ്പോൾ റെസിപ്പി കാണിച്ചു തരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജെല്ലി ഉണ്ടാക്കിയെടുക്കണം. പൈനാപ്പിൾ ജെല്ലി ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ പാക്കറ്റിൽ. അതിൻ്റെ ജെല്ലി പൗഡറാണ്. അപ്പോൾ അതിൽ 2 പാക്കറ്റ് ഇതുപോലെ ഉണ്ടാകും. അത് രണ്ടും ഒരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രം എടുക്കുക. എന്നാൽ നമുക്കതിൽ ജെല്ലി ആക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല ഈസിയാവും. അപ്പോൾ 2 പാക്കറ്റും ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കില്ലേ തിളച്ച വെള്ളം ഒരു 2 കപ്പ്, അതായത് 250 ml കപ്പ്, 1/2 ലിറ്റർ വെള്ളം, അതാണ് കണക്ക്. അത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ ആ ഒരു ക്രിസ്റ്റൽ സംഭവങ്ങളൊക്കെ ഒന്ന് അലിയുന്നത് വരെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് അലിഞ്ഞ് വരണം കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി അതൊന്ന് അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം നമ്മളിത് ഫ്രീസറിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ജെല്ലി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അല്ല ഒരു 10-20 മിനിറ്റ്, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ. ഞാനിപ്പോൾ ഫ്രീസറിൽ 10 മിനിറ്റ് വെക്കുക കേട്ടോ ചെയ്യുക. തണുത്തതിന് ശേഷം
ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പൈനാപ്പിളിലെ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്നിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, പൈനാപ്പിൾ ഹാർഡായി പോവും. ഇനി ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് നമ്മളെ സ്വീറ്റ് സെറ്റാക്കാം. ഭയങ്കര ഈസി ആട്ടോ ചെയ്യാൻ. ഇത് ഞാൻ എടുക്കുന്നത് അതും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് കണ്ടാലറിയാം. ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഇത് ഫ്രഷ് ക്രീമിന് മധുരം ഉണ്ടാവില്ല, നമ്മൾ അതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഒരു എത്രയാണോ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഫ്രഷ് ക്രീം എടുക്കേണ്ടത് കേട്ടോ. ഫ്രഷ് ക്രീം ചെറിയൊരു പാക്കറ്റിന് 40 രൂപ അങ്ങനെ എന്തോ കേട്ടോ റേറ്റ് വരുന്നത്. നമുക്ക് എത്രയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോ. അതിൻ്റെ ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇല്ലേ, നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന ക്രീം, അത് ഏതായാലും കുഴപ്പമില്ല, മധുരമുള്ളതായാലും മധുരമില്ലാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ ഒരു എന്താ പറയുക ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇങ്ങനെ കേക്കിനൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് പീക്കൊന്നും ആക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് പതിഞ്ഞ് കിട്ടിയാൽ മതി, അത്രയും വേണ്ടുള്ളൂ. ഞാനിപ്പോൾ ബീറ്ററിലായതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ബാക്കി മധുരം ചേർത്ത് കൊടുക്കുക. കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇനിയും ചേർത്ത് കൊടുക്കട്ടോ മധുരം നോക്കിയിട്ട്. ഇനി ഇത് മിക്സ് ആക്കി എടുക്കുക, എല്ലാം കൂടെ ഒന്ന് കമ്പൈനായിട്ട് വരട്ടെ. അതിലേക്ക് ഇങ്ങനെ ഇളക്കി ബീറ്റ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് പൈനാപ്പിൾ ജെല്ലി ചേർക്കാനുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ പീസസും നമ്മൾ വിളയിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർക്കാനുണ്ട്. പൈനാപ്പിൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ മധുരം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാര്യം നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അതിനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. മധുരം ഉള്ളതാണെങ്കിൽ അത്രയും പഞ്ചസാര കുറഞ്ഞു കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മളെ ജെല്ലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കട്ട് ചെയ്തിടാം, ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കത്തി കൊണ്ട് നല്ല ഈസി ആയിട്ട് കട്ടാക്കി എടുക്കാം വേണ്ടി പറ്റും കേട്ടോ. ചെറിയ പീസാക്കി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്നാൽ ഭയങ്കര എന്താ പറയുക ഒരു റിച്ച് ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പായസമാണോ വെച്ചാൽ പായസമാണ്, പുഡിംഗ് ആണോ വെച്ചാൽ പുഡിംഗാണ്. ഇത് വരുന്നത് പൈനാപ്പിൾ സൂഫ്ലേ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് അറിയുന്ന തന്നെയായിരിക്കും, കുറേ പേരുണ്ടാക്കുന്ന തന്നെയായിരിക്കും. എന്നാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ജെല്ലി കറക്റ്റായിട്ടുണ്ട്. ജെല്ലിയിലേക്ക് ഒഴിക്കുന്ന വെള്ളം നിങ്ങൾ കറക്റ്റാക്കി എടുക്കുക കേട്ടോ. എത്ര പാക്കറ്റ് എടുക്കുകയാണെങ്കിലും അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനത് നല്ല അടിപൊളിയായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതാ നമ്മളെ ക്രീം മിക്സിലേക്ക് നമ്മളെ പൈനാപ്പിൾ അത് ചൂടോട് ചേർത്ത് കൊടുക്കണ്ട, ഒന്ന് തണുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒന്ന് തണുത്താൽ മതി. ആ ചൂടങ്ങ് പോയി കിട്ടിയാൽ മതി. എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ ഫുൾ എടുത്തു. നിങ്ങൾ എടുക്കുന്ന ഒരു ക്രീമിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നല്ലേ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തോ കേട്ടോ. കാര്യം ഇത് ഈ ക്രീമിനേക്കാളും ടേസ്റ്റാണ് ഇതിലത്തെ ജെല്ലിയും പൈനാപ്പിളും കഴിക്കുമ്പോൾ. ജെല്ലിയും പൈനാപ്പിളിനേക്കാളും ടേസ്റ്റാണ് ക്രീം കഴിക്കുമ്പോൾ. അതാണ് ഇതിൻ്റെ അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഓവർ ഇനി ആയി പോകണ്ടെന്ന് വിചാരിച്ച് കുറച്ച് പൈനാപ്പിൾ അവിടെ മാറ്റി വെച്ചു കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമില്ല, എത്ര ഇതിൽ നമുക്ക് കടിക്കാൻ കിട്ടുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ. പായസത്തിലൊന്നും നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതിൽ വരില്ല. അത്രയും അതിൻ്റെ പേര് തന്നെ പൈനാപ്പിൾ സൂഫ്ലേ എന്ന് പറയുന്നത് അതിലെല്ലാം ഉണ്ട് കേട്ടോ. അതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു തവണ ചെയ്ത് നോക്കട്ടോ, ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നല്ല ടേസ്റ്റാട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, പിന്നെയും പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എല്ലാം കൂടെ ഞാൻ ആ പൈനാപ്പിളിൻ്റെ വെള്ളമല്ല, ഒരുപാട് വെള്ളം ചേർക്കണ്ട, ചെറുതായിട്ടുള്ള വെള്ളം. കാരണം നമ്മളിനി ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും, ഒന്നും കൂടെ ഒന്ന് കുറുകി വരും ഈ ഒരു ടെക്സ്ചർ ആണെങ്കിൽ കൂടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എയർ ടൈറ്റായിട്ട് നമ്മൾ അടച്ച് ഫ്രിഡ്ജിലേക്ക്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. നമുക്ക് തണുത്ത് കിട്ടിയാൽ മതി. ഇനി അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും നല്ല റെഡിയായി കിട്ടും. നമുക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് തണുത്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. അത് സെറ്റാവാനൊന്നുമില്ല. ഇനി ഇതാ ഞാനൊരു ഈദ് സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈദ് സ്പെഷ്യൽ സ്വീറ്റാണ് കേട്ടോ. ഹെൽത്തി സ്വീറ്റ് എന്നൊക്കെ ഇതിന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാം, കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് മിഠായി എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് അലുത്തിട്ടുള്ള ഈത്തപ്പഴമല്ലേ അതെടുക്കുക, കുരു കളഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് നമുക്ക് ഏതാണോ നമ്മളെ കയ്യിലുള്ളത് അത് എടുക്കാം കേട്ടോ. നമ്മൾ ഈത്തപ്പഴത്തിന് കണക്കാക്കിയിട്ട് ഞാനിപ്പോൾ പിസ്തയും ബദാമും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതൊന്നുമില്ല, നമ്മളെ കപ്പലണ്ടിയില്ല അതാണ് കയ്യിലെന്ന് വെച്ചാൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി, ഒരുപാട് പൗഡർ ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം.
ഫൈൻ പൗഡർ ആക്കരുത്. ഇനി ഇതാ ഈത്തപ്പഴം ഞാൻ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മിക്സീൻ്റെ ജാറിലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ഈത്തപ്പഴമാണെങ്കിൽ നമ്മൾ കൈ വെച്ചാൽ തന്നെ ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. അത്രയും മതി. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഏത് ബിസ്ക്കറ്റും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീമില്ലേ, ചോക്ലേറ്റ് ക്രീം ആണെങ്കിലും വൈറ്റ് ക്രീം ആണെങ്കിലും അതങ്ങ് മാറ്റി വെക്കാം കേട്ടോ, അത് വേണ്ട. എന്നിട്ട് നമ്മുടെ ബിസ്ക്കറ്റ്, ഓറിയോ ബിസ്ക്കറ്റ് കൈ വെച്ചിട്ട് മിക്സിയിലൊന്നും പൊടിക്കണ്ട, കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഇത് ഒന്ന് ബോൾസ് ആക്കാൻ വേണ്ടി പറ്റണം, റോളാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ആ രീതിയിൽ ബിസ്ക്കറ്റും അതുപോലെ തന്നെ നട്ട്സിൻ്റെ പൗഡറും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നട്ട്സ് ക്രഷ് ചെയ്ത്, പൗഡറല്ല, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകം, അതാണ് കണക്ക്. അതിനൊന്നും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് കുറക്കാം കൂട്ടാം ഒക്കെ ചെയ്യാം കേട്ടോ. അത് ഇതിലേതെങ്കിലും ഒന്ന് വേണമെങ്കിൽ കുറയ്ക്കുകയും കൂട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം. പിന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നെ എടുക്കുക കേട്ടോ, അത് തന്നെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ കുഴച്ച് ഒരു ഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ, പെട്ടെന്ന് കഴിയും. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ റൗണ്ടായിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയെടുക്കാമെന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ, ഒരു ചോക്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു റോള് പോലെയൊക്കെ ആ രീതിയിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അത് കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല, നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഇത് സ്വീറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ആ ഒരു ടൈം കൊണ്ട് ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ബീഫും മസാലയ്ക്കുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഞാനൊരു ഇതൊരു മാക്സി ഡ്രസ്സാണ് കേട്ടോ, സ്ലീവ് ഇല്ല, നല്ല ലൂസായിട്ട് നല്ല കംഫർട്ടബിളായിട്ട് നമ്മൾ വീട്ടിൽ ചൂടിനൊക്കെ ഇടാൻ പറ്റിയൊരു ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് സിന്ദൂറിൽ നിന്നാണേ, നമ്മുടെ വയനാട്ടിലുള്ള സിന്ദൂർ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു മാക്സി ഡ്രസ്സ്. അപ്പോൾ നമ്മളെ മൈലാഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർഗാനിക്കാണ് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ കളറ് ആയി വരികയാണ് കേട്ടോ ചെയ്ത്. ആ ഒരു ഇതിൻ്റെ അന്നത്തേക്കാകുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മയാസ് ഹെന്ന എന്ന് പറഞ്ഞിട്ട്, അവരുടെ ഹെന്നയാട്ടോ ഞാൻ ഉപയോഗിച്ചത് ഇപ്രാവശ്യം ഇതിന്. ഇപ്പം ഞാൻ പറഞ്ഞില്ല റഫീക്ക ഇവിടെ പോയിട്ടുണ്ട്, മൈതാനിയിൽ പോയിട്ടുണ്ട് എന്ന്, അപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് എല്ലാ ഇതിനും സ്പെഷ്യലാണ് കേട്ടോ. ഒരു ഈദ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് ഫ്ലവേഴ്സ് എന്തായാലും ടൗണിൽ പോയി വരുമ്പോൾ കൊണ്ടുവരും. ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ റഫീഖക്ക് പള്ളിയിൽ പോകണം, നമസ്കാരം കാര്യങ്ങൾ. നമ്മൾ സ്ത്രീകളാണെങ്കിൽ പെരുന്നാൾ നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വീട് ഒന്ന് ഒരുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ റമദാൻ കരീം മാറ്റിയിട്ട് ഈദ് മുബാറക്കിൻ്റെ എംബ്ലം വെക്കുകയാണ് കേട്ടോ. റമദാൻ കരീം മാറ്റുമ്പോൾ ശരിക്കും മനസ്സിൽ വല്ലാത്തൊരു വിഷമം കേട്ടോ. കാര്യം റമദാൻ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു സങ്കടം തന്നെയല്ലേ അല്ലേ. എന്തായാലും ഇനിയൊരു വർഷത്തോളം കാത്തിരിക്കണം നമുക്ക് അടുത്ത റമദാനിലേക്ക്. അപ്പം അതൊരു ശരിക്കും പറഞ്ഞൊരു സങ്കടമാണ് കേട്ടോ. നമ്മൾ ചെറുതിലൊന്നും ശരിക്കും അങ്ങനത്തെ ആ ഒരു വികാരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം നോമ്പ് തുടങ്ങിയ പിന്നെ എണ്ണുക ചെയ്യുക, പെരുന്നാളിലേക്ക് ഇനി എത്ര ദിവസമുണ്ട്, ഡ്രസ്സ് എടുക്കുക, പെരുന്നാളിലേക്ക് എത്ര ദിവസമുണ്ട്, അങ്ങനെ. പക്ഷെ നമ്മൾ വളർന്നതോറും നമ്മൾ മൈൻഡും മാറുന്നുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, അള്ളാഹുലേക്ക് അടുക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ വരും. ഇത് വിഷമമാണെന്നല്ല, റമദാൻ പോകുന്നൊരു വിഷമം നമുക്ക് എന്തായാലും ഉണ്ടാവും. ഇത് നമുക്ക് സന്തോഷം തന്നെയാണ് അല്ലേ. പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് എന്തെങ്കിലും അലങ്കോലമായിട്ട് കിടക്കുന്നതിന് അതൊന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ടേബിള് ടീപ്പോയി അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ടേബിളും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ടേബിൾ നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇനി എനിക്ക് നമ്മളെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൂടെ ഇടക്കിടക്ക് പോയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ പോയിട്ട് ബിരിയാണീൻ്റെ മസാലേൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിൽ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നലെ തലേദിവസം ഞാൻ പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ചുട്ടെടുക്കണം. റഫീഖ പള്ളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറിയും ബീഫ് കറിയും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ അന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി തലേ ദിവസം തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കില്ലേ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കുറച്ച് കൂടുതലാക്കി ഉണ്ടാക്കും കേട്ടോ. കാര്യം എന്തായാലും നമുക്ക് രാവിലെ അതിനൊന്നുള്ള ടൈം കിട്ടൂല, അല്ലെങ്കിൽ പിന്നെ കുറേ ആളുകൾ വീട്ടിൽ വേണം. എന്നാലും എനിക്ക് തോന്നുന്നു നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം വല്ലാണ്ട് ഈദിൻ്റെ അന്ന് വരും. കാര്യം നമുക്കിങ്ങനെ പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ വീട് ഒരുക്കണം, നമുക്ക് ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം, വരുന്ന ആളുകളെ സ്വീകരിക്കണം, നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഒന്ന് ഒരുങ്ങി നിൽക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. നമുക്ക് എല്ലാ ദിവസത്തെ പോലെയല്ലല്ലോ. അന്ന് നമ്മളെ വീട്ടിലേക്കൊക്കെ ആളുകൾ വരുന്ന് ഒന്ന് സെറ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് അതൊക്കെ ഒരു പെരുന്നാളിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതൊക്കെ എന്തായാലും എത്ര ഇല്ലെങ്കിലും നമുക്ക് ഏതാണോ പുതിയ ഡ്രസ്സ് നമ്മൾ കയ്യിലുള്ളത് അതെടുത്തിട്ടിട്ട് നമ്മൾ ഒന്ന് ഒരുങ്ങി സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കൂലേ ഇതിൻ്റെ അന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി നമ്മളെ ഈദ് സ്വീറ്റ് ഇല്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. പിന്നെ ഇപ്പോൾ ഇതിൽ ഡേറ്റ്സ് ആയിരുന്നു കേട്ടോ ഇതുവരെ ഉണ്ടായിരുന്നത് റമദാനിന് മൊത്തം. പിന്നെ അതിലേക്കാണ് ഞാൻ അടുക്കി വെക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് എടുത്ത് കഴിക്കാമല്ലോ. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സ്വീറ്റ് അല്ലേ, കുറച്ച് ആവശ്യത്തിനുള്ള ഉണ്ടാക്കിയിരുന്നു. നമുക്കൊന്നും വേണ്ട, വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെച്ചത്. അപ്പോൾ അത് നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, ഒരു 2-3 ദിവസത്തേക്ക് പുറത്തന്നെ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിൽ കൂടുതൽ വേണം, നിങ്ങൾ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. കുറേ നാളിരിക്കും, ഒരു കുഴപ്പമില്ല. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ. ഡേറ്റ്സും നട്ട്സും ഒക്കെ അവർ അറിയാതെ തന്നെ അവർ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇല്ല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ ടേസ്റ്റ് ഒന്നും കൂടെ എങ്ങനെയാണ് അല്ലാണ്ടേയും ചെയ്യാം. ഞാൻ ഇൻഷാല്ലാ ഇനി ഞാൻ ചെയ്ത് വെക്കുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ, ബിസ്ക്കറ്റ് ഇല്ലാണ്ടൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബിരിയാണീൻ്റെ മസാലയൊക്കെ സെറ്റാക്കുന്നുണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ ബിരിയാണി മസാലയൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടും മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം അതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പത്തിരിയും കൂടെ അപ്പുറത്ത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബീഫൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് മാറ്റി വെച്ച് ബീഫൊക്കെ ഇട്ട് കൊടുത്തു. നമ്മളെ മസാല ഇതാ നല്ല കറക്റ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ദം ചെയ്യുന്നില്ല, 2 പോട്ടിലായിട്ട് ദം ചെയ്യാൻ മാട്ടാ വിചാരിക്കുന്നത്. കാര്യം 4 കിലോ എന്തായാലും ഇതിൽ കൊള്ളൂല. അപ്പോൾ 2 എണ്ണത്തിലാക്കിയിട്ട് ദം ചെയ്താൽ നമുക്ക് ഒന്നെടുത്തിട്ട് തണുത്തു പോകില്ല. ഒന്നെടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ആൾ വരുന്നതിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ ഇതാ ഇനി അടുത്തത് നമ്മൾ ബിരിയാണി ദം പ്രോസസ്സാണ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ല അടിപൊളി ബിരിയാണി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ദം ചെയ്തു. ഇനി നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലാസൊന്നും സെറ്റാക്കുന്നത് അങ്ങനെ ഒരുപാട് മസാലാസൊന്നും ഇല്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ചിലപ്പം കൊടുക്കില്ല, ചിലപ്പം കൊടുക്കും. അങ്ങനെ ഇന്ന് കൊടുത്തിട്ടുണ്ട് എന്തായാലും. പിന്നെ കുറച്ച് കോൺഫ്ലവർ, ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ചിക്കനാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക. അപ്പം ഇനി ഞാൻ വേഗം ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. റഫീഖ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ട് അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ആക്കണം. ഇനിയിപ്പോൾ പള്ളി കഴിഞ്ഞാൽ എന്തായാലും ആളുകൾ വരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഒരുങ്ങണ്ടേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇതാ ചിക്കനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇൻഡസ് വാലിൻ്റെ കടായിലാട്ടോ വെച്ച് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാട്ടോ ചെയ്യുക. മസാലയൊന്നും അടുക്കി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുമേ. അപ്പോൾ അത് ഈസിയാണ്. അപ്പം അതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചായ കുടിക്കലും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ക്ലീനിങ്ങിന്, അതായത് പാത്രം കഴുകാൻ കേട്ടോ. അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അടിച്ച് വാരിയിട്ടേ ഉള്ളൂ രാവിലെ. അപ്പോൾ കല്യാണിച്ചുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ പള്ളിയിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് റഫീഖാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളാണ് കേട്ടോ, ഉമ്മാൻ്റെ ചെറിയ ആങ്ങളയാണ് കേട്ടോ. അപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് നേരെ വന്നതാണ്. ഇവരൊക്കെ നിങ്ങൾക്ക് എൻ്റെ സ്ഥിരം വ്യൂസിന് എല്ലാവരും അറിയുന്നത് തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ ഇതിനും നമ്മളെ വീട്ടിലേക്ക് ഇവരൊക്കെ വരുന്നത് തന്നെയാണ്.
അപ്പോൾ ഇതാ നമ്മളെ പൈനാപ്പിൾ സൂഫിലേക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നമ്മൾ വെച്ചതിനേക്കാളും ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, നല്ല ചില്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, തണുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിന്ന് നമ്മൾ ആവശ്യത്തിന് പുഡിങ് പോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കുക, ഒരുപാട് വേണ്ട കേട്ടോ, ഒരു ആവശ്യത്തിന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ അത് നല്ല തണുത്തായിട്ട് എപ്പോഴും നിന്നോളും. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഇതിനാന്ന് തോന്നുന്നു നമ്മൾ ഇളനീരിൻ്റെ സൂഫ്ലെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തവണ. അതുപോലെ തന്നെയാണ് ഇത്, ഏത് ഫ്ലേവറിലും നമുക്ക് ചെയ്തെടുക്കാം. പേര് ഇതിലുണ്ടാവും കേട്ടോ, നമ്മളെ വീഡിയോയിലുണ്ടാവേ പൈനാപ്പിൾ സൂപ്പ്. അപ്പോൾ അത് റഫീഖാൻ്റെ പെങ്ങളെ ഭർത്താവ് അളിയനും മോൻ്റെ മോനും അതുപോലെ തന്നെ ഏട്ടനുമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആവട്ടെ കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് വീണ്ടും ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഫുഡൊക്കെ വിളമ്പണം. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വരാം. ഇത് കഫ്താനാണ് കേട്ടോ, കഫ്താൻ സ്റ്റൈലിലൊരു ടോപ്പ്, ഫുൾ ലെങ്ത് അല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ, നമ്മളൊരു കുർത്ത ആ ഒരു രീതിയിലുള്ള ലെങ്ത്താണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പാൻറ്റ് ഷാളൊന്നും ഞാനിതിലേക്ക് വാങ്ങിച്ചതല്ല കേട്ടോ, ടോപ്പും ഇന്നറും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുള്ളത് തന്നെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. നല്ല അത്യാവശ്യം ലൂസായിട്ടുള്ള നമുക്ക് ചൂടിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ക്ലോത്തുമാണ് കേട്ടോ. ഇത് ഞാൻ സിന്ദൂറിൽ നിന്ന് എടുത്തതാണേ. അപ്പോൾ ഇതാ നമ്മളെ മൈലാഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ അവർക്ക് ഫുഡ് എടുക്കട്ടെ, ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി, ഫസ്റ്റ് പോട്ടിലുള്ള ബിരിയാണിയാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ബാക്കിയുള്ളത് മറ്റേത് അവിടെ കൂടുതലുള്ളത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിൽ എല്ലാവരും ഉണ്ട് കേട്ടോ, കല്യാണിച്ചി പാത്രം കഴുകുന്നുണ്ട്, വാവ ഉണ്ട്, റഫീഖ ഉണ്ട്, വന്നവരും എല്ലാവരും ഉണ്ട് നമ്മളെ വീട്ടിൽ. നിങ്ങളിപ്പോൾ കാണുമ്പോൾ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയായിരിക്കും, പക്ഷേ എല്ലാവരും ഉണ്ട്. നല്ല ജഗ്ഗ പുക സൗണ്ടാണ് കേട്ടോ. ഇതാ നമ്മളെ ബീഫ് ബിരിയാണിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ദമ്മൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടുണ്ട്. റഫീഖ് ഇതാ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം 11 മണിയായിട്ടുള്ളൂ. നമ്മൾ പെരുന്നാളിന് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, നേരത്തെ ഫുഡ്, ചോറ് വേണ്ടവർക്ക് ചോറ് കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ പായസത്തിന് പകരം സൂഫ്ലെ, നമ്മൾ ഭയങ്കര ചൂടായതുകൊണ്ടാട്ടോ ഞാൻ അതിലേക്ക് മാറിയതില്ലെങ്കിൽ ഞാൻ പായസമാണ് ഉണ്ടാക്കൽ. അങ്ങനെ ഇതിപ്പം എല്ലാവർക്കും വേണ്ടത് ഒരു ഡ്രിങ്കും അതുപോലെ തന്നെ ഒരു സ്വീറ്റും. അത് തണുത്തതായാലും അത്രയും നല്ലതല്ലേ, ഫ്രൂട്ട് സലാഡ്, പുഡിങ് അങ്ങനത്തതൊക്കെ, അതാണ് കേട്ടോ എല്ലാവർക്കും ആവശ്യമുള്ളത്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ആക്കിയത്. അപ്പോൾ അത് നമ്മളെ ഫ്രണ്ട്സാണ് കേട്ടോ, റുബീനയും നൗഷാദൊക്കെ മക്കളാണ്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട്
ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു ഡ്രിങ്ക്, നമ്മളൊരു വെൽക്കം ഡ്രിങ്ക്, ഒരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് വെച്ചിട്ട് ഞാൻ മുന്നേ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഉണ്ടാക്കണം എന്ന് റഫീക്ക പറഞ്ഞു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചക്ക് കുക്കാക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം, നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഇത്രയും അളവിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറിയൊരു അളവ് ഒരു ഫ്ലേവറിന്. പിന്നെ ലെമൺ, അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊരു ടേസ്റ്റിയാണ്. നമ്മളിതിലേക്ക് ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും കൂടെ കൊടുത്തു. പിന്നെ പഞ്ചസാര, നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണ്ടാത്തവർക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചിട്ട് ചെറിയ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത്, മധുരം വേണ്ടത്, അത് അതിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് സോഡയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെയാണ്. ഒരു 2-3-4 പച്ചമുളകും കൂടെ ഇത്രയും അളവിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് ആ പച്ചമുളക് നിന്നിട്ട് നല്ല ഫ്ലേവർ വരും കേട്ടോ. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, പിന്നെ ഹെൽത്തിയും അല്ലേ. അപ്പം അതിന് ശേഷം ഉപ്പയും ആങ്ങളെയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്കറിയില്ലേ, നമ്മളെ നെയ്ബർ ആശേച്ചിയും സുഖദേട്ടനും എപ്പോഴും നമ്മളെ ഇതിലുണ്ടാകുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരും നമ്മളെ സ്വീറ്റൊക്കെ കഴിച്ചിട്ട് അവരും പോയി. പിന്നെ ഇതാ ഉപ്പയും ഇവരൊക്കെ ചോറ് കഴിച്ചു കേട്ടോ, ബിരിയാണിയൊക്കെ കഴിച്ചു. ഇത് ഏട്ടത്തിൻ്റെ മോനാണ് കേട്ടോ, ഗൾഫിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ഓനാണ്. മോന് ഇപ്പോൾ ഇവർ ഉപ്പയും ആങ്ങളെയും ഒക്കെ അവിടെ ചുണ്ടയിൽ ഏട്ടത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവരവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതില്ലേ, ഇത് എല്ലാവർക്കും ആണ് കേട്ടോ. മുന്നക്ക് 100, ഇവനക്ക് 100, വാവാക്ക് 100, റിയാക്ക് 100. ഇവക്കുണ്ട് ഞാൻ കൊടുത്തോളാം. ഇവിടെ കേക്കുള്ളൂ പറഞ്ഞു, അതൊക്കെ ഞാൻ തരും കേട്ടോ. എന്നിട്ട് ഒരുമിച്ചിട്ട് എടുക്കാൻ നയിച്ചിനേന്. ആ നല്ല രസമല്ലോ, വന്ന കിട്ടിയില്ലല്ലോ. എന്നാ ശരി, ഈദ് മുബാറക്ക്. നേരത്തെ വിളമ്പാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ആളുകൾ വന്നു. സാധാരണ നിങ്ങളാണ് ആദ്യം വിളമ്പുക. അമ്മാശ വന്ന്, ആങ്ങള വന്ന്, ഏട്ടത്തിന്റെ മോൻ വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നത് തന്നെയാണ്. ഞാൻ ആരെയും എടുത്തെടുത്തും പറയുന്നില്ല കേട്ടോ. ഇത് നമ്മളെ ഡ്രിങ്ക്സ് ഇപ്പോൾ റഫീഖിൻ്റെ സ്റ്റേഷനിലുള്ളവർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കസ്കസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 മിനിറ്റ്. അപ്പോൾ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പം നമ്മളെ ശരീരത്തിനും നല്ലതാണ്, നമ്മളെ ശരീരം തണുപ്പിക്കാനൊക്കെ നല്ലതാണ്. മാത്രമല്ല നല്ല രസമാണ് കേട്ടോ കാണാൻ. എനിക്ക് നിനക്ക് ഞാൻ തരാവാ, കുടിക്കണേ.
ശരിയാണ്. ആരായാലും മതിയില്ലേ? എന്താണ് ശരി. അപ്പം അതിന് ശേഷം ഏട്ടനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവർ ബത്തേരിക്ക് പോവാണ്, റഫീഖാൻ്റെ ചെറിയ പെങ്ങളെ വീട്ടിലേക്ക്. നമ്മളും കുറച്ച് കഴിഞ്ഞാൽ പോവും കേട്ടോ അങ്ങോട്ടേക്ക്. കുറച്ചാൾ കൂടെ നമുക്ക് വരാനുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇത് റഫീഖാൻ്റെ മൂത്തമ്മാൻ്റെ മോനാണ് കേട്ടോ, അസിക്ക വൈകിട്ടോ ഒരു ദിവസത്തെ അവരാണ്. അപ്പോൾ അവർ വൈകിട്ടോ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാവിലെ വരുന്നതാണ്. പിന്നെ വാവയും പോയിട്ടോ, വാവ ഏട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളും കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവും. നമുക്കൊരു 4-5 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതാ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം മഗ്‌രിബായി കേട്ടോ. ഏട്ടനൊക്കെ അവിടെ കാത്തു നിന്നിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, റഫീഖാൻ്റെ ചെറിയ പെങ്ങളെ റമിൽത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ എല്ലാ ഇതിനും അത് പതിവാണ് കേട്ടോ. എന്തായാലും അവിടെ പോവും. എല്ലായിടത്തും നമുക്ക് പോകാൻ കഴിയില്ല. പിന്നെ കൽപ്പറ്റയുള്ള പെങ്ങളെ വീട്ടിലും പോകലുണ്ട് കേട്ടോ. പിന്നെ ഒരാൾ കിടക്കുന്നത് മേപ്പാടിയാണ്. അപ്പോൾ അങ്ങോട്ട് രണ്ടിടത്തും കൂടെ നമുക്ക് ആ ഒരു സമയത്ത്, കാരണം നമുക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ഈ ഒരു സമയത്തൊക്കെ തന്നെ ഒന്നുകിൽ വൈകുന്നേരം ഇല്ലെങ്കിൽ രാത്രി ഈ ഒരു സമയത്തൊക്കെ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ അന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങുക, എന്താ പറയുക, നമ്മളെ കുടുംബത്തിൻ്റെ വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് 1-2 വീട്ടിലേക്കൊന്ന് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് രസമല്ലേ. അപ്പോൾ അങ്ങനെ രാത്രി ആയാലും നമ്മളൊന്ന് പോവലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും കവർ ചെയ്യാൻ പറ്റില്ല, എന്നാലും പറ്റുന്നിടത്തോളം പോകലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി, റമിൽത്താൻ്റെ വീട്ടിൽ ചിക്കൻ ബിരിയാണിയും നല്ല അടിപൊളി ബീഫ് വരട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപയർ പായസവും ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ കൽപ്പറ്റയുള്ള സുഹൃത്താൻ്റെ വീട്ടിൽ അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ അത്രയ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ. കാരണം കുറേ അധികം വിശേഷങ്ങൾ ഉണ്ട്, ഇനിയും ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഒരുപാട് ലെങ്തി ആയിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെന്നെയാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിലെ മറ്റു വിശേഷങ്ങളും ഫാമിലി ഫോട്ടോസും വിശേഷങ്ങളും എല്ലാം ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.